ദാതാവായ ദൈവമേ, സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങ് മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. കയറി താമസിക്കാൻ ഒരു വീടുണ്ടാവാന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇല്ലേ? എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതുപോലെ തന്നെ തട്ടിക്കൂട്ടി വീട് വെക്കുമായിരുന്നു പണ്ടൊക്കെ. എങ്ങനെയെങ്കിലൊക്കെ ഒരു വീട് മതി എന്നുള്ളൊരു ധാരണയിൽ അപ്പച്ചനും അമ്മച്ചിയും കൂടി വെച്ചതാണ് കേട്ടോ കൊച്ചിയിലെ ഞങ്ങളുടെ പഴയ വീട്. പക്ഷെ അത് അവരുടെ ലൈഫ് സ്റ്റൈല് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, ജീവിത രീതികൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കുറേ മാറ്റങ്ങളും മുകളിലേക്ക് അവർ പണിതു. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 2 ബെഡ്റൂമൊക്കെ കൂടിയെടുത്തു. പക്ഷെ അപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരുന്ന ഒരു കാര്യമാണ് മഴ പെയ്യുമ്പോൾ വീടിൻ്റെ ടൈലിൻ്റെ അടിയിൽ നിന്നൊക്കെ വെള്ളം കനിഞ്ഞ് വീടിൻ്റെ അകത്ത് വെള്ളം കെട്ടുക എന്നുള്ളത് കൊച്ചിയിലെ മിക്ക വീടുകളിലുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ അതിനൊരു പരിഹാരം കണ്ടെത്തിയതാണ്. ഫ്ലോർ എല്ലാം കുത്തിപ്പൊട്ടിച്ച് ഞങ്ങളിതാ രണ്ടാമത് വാർത്ത്, നമ്മൾ എങ്ങനെ ടെറസ് വാർക്കുന്നോ അതേപോലെ അതിലും സ്ട്രോങ് ആയിട്ട് ഫ്ലോറ് വാർത്ത് അത് നന്നായിട്ട് ഞങ്ങൾ സ്ട്രോങ് ആക്കി പൊക്കിയെടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വെള്ളം കയറില്ല എന്നാണ് വിശ്വാസം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആ പുതിയ വീടിൻ്റെ, അതായത് പുതുക്കി പണിത വീടിൻ്റെ വെഞ്ചിരിപ്പാണ്. അപ്പോൾ ആ ദിവസത്തെ ഒരു വ്ലോഗാണ് കേട്ടോ നിങ്ങളുടെ അടുക്കളേക്ക്. ഒത്തിരി ജോലികളിങ്ങനെ, കാരണം നമ്മുടെ വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ട്. എല്ലാ സാധനങ്ങളും മുകളിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ വീടിൻ്റെ പണി കാരണം താമസിച്ചിരുന്നത് മുകളിലാണ്. ഒരു സാധനം പോലും താഴത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഫർണിച്ചർ മാത്രം കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ, ബാക്കി എല്ലാം ഇനി കൊണ്ടുവരണം. അപ്പോൾ അടുക്കളയിലേക്കുള്ള റാക്കൊക്കെ നമുക്കിപ്പോൾ കുറച്ച് ഹൈറ്റിൻ്റെയൊക്കെ വ്യത്യാസം വന്നതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്തും നോക്കിയൊക്കെ അനിയൻ അവിടെ റെഡിയാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഫർണിച്ചർ കൊണ്ടുവന്നു. പല മുറികളിലും കട്ടിലൊന്നും ഇട്ടിട്ടില്ല, അതെല്ലാം ഇടണം. എല്ലാം മേളിലാണ്. അപ്പോൾ ഈ കയറി ഇറങ്ങിയുള്ള പണി എല്ലാം കാരണം വ്ലോഗുകളൊക്കെ കുറേ ദിവസമായിട്ട് ഇട്ടിട്ടില്ല. നമ്മൾ ഈ 10 ദിവസവും വെക്കേഷന് കൊച്ചിയിൽ തന്നെ ആയിരുന്നു. അത്രയും ജോലികളുണ്ട്. ഒരു വിധത്തിൽ എല്ലാം ഇപ്പോൾ പയ്യെ ഒരു 80% കാര്യങ്ങളൊക്കെ നമ്മൾ താഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഒത്തിരി ജോലികൾ. ഒരു വീട് പണി എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ പുതിയൊരു വീട് വെക്കുന്നത് നല്ല പണിയാണ്. വെച്ചിട്ടുള്ള വീട്ടിൽ നമ്മൾ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇരട്ടി പണിയാണ്. എല്ലാം എടുത്ത് മാറ്റി അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അപ്പച്ചൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം കിട്ടിയത് വെച്ചപ്പോൾ ഞങ്ങളുടെ വിവാഹമോള് അനിയൻ്റെ മോളാണ് കേട്ടോ. അവനേട്ടനൊരു ഒരു അനിയനാണുള്ളത്. വിനു എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ വൈഫിൻ്റെ പേര് വിജി എന്നാണ്. അവരുടെ മോളാണ് വിവ. അപ്പം ഞങ്ങളുടെ വിവാമയാണത്. അപ്പോൾ അവളത് വെക്കണ കണ്ടപ്പോൾ അവൾ തുള്ളിച്ചാടാണ് സന്തോഷം കൊണ്ട്. പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ രൂപക്കൂട് നമ്മൾ മാറ്റി നമ്മുടെ നടയുടെ സ്റ്റാൻഡൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേറെ സെപ്പറേറ്റ് മേടിച്ചു. മേശയുടെയൊക്കെ കുറച്ച് ഹൈറ്റൊക്കെ കുറച്ചു. TV ഒക്കെ സെറ്റ് ചെയ്തു. രൂപക്കൂട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രൂപമൊക്കെ വെക്കണമെങ്കിൽ അച്ഛൻ വരണം. അച്ഛൻ വന്ന് വെഞ്ചിരിച്ച ശേഷമാണ് ഞങ്ങൾ അതിലേക്ക് രൂപവും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം പിള്ളേർ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവർക്ക്. ഇത് ഇത്രയും ദിവസം മേളിൽ കുറച്ച് സ്ഥലത്താണ് ഞങ്ങൾ ഇത്രയും പേര് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ക്രിസ്മസ് ഒക്കെ മേളിലായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങ് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയില്ല. കാരണം നമ്മുടെ വീട് ഇങ്ങനെ താഴത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ആഘോഷിക്കാനൊന്നും നമുക്ക് തോന്നത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം ഒരുവിധം ഒതുങ്ങിയപ്പോൾ നമ്മൾ അച്ഛനെ വിളിച്ച്, ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് വെഞ്ചിരിച്ചത്. അപ്പോൾ അച്ഛൻ വന്നു. നമ്മുടെ സാന്തോം പള്ളിയിലെ കൊച്ചച്ഛനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പ്രാർത്ഥന നടത്തുകയാണ്. എല്ലാം നമ്മൾ അതേപോലെ തന്നെ വീട് മൊത്തത്തിലൊന്ന് പുതുക്കിയതാണല്ലോ. അപ്പം അതെല്ലാ റൂമുകളും നമ്മൾ ബ്ലെസ് ചെയ്യും, രൂപക്കൂട് ബ്ലെസ് ചെയ്യും. അതേപോലെ മേടിച്ച് വെച്ചിട്ടുള്ള ഈ മാതാവിൻ്റെ ഔസപിതാവിൻ്റെ ഈ രൂപങ്ങളും തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയും എല്ലാം നമ്മൾ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ എല്ലാ റൂമിലേക്കും മനുവേട്ടനെ വിളിച്ചിട്ട് ബ്ലെസ് ചെയ്തു. അതേപോലെ തന്നെ അപ്പച്ചനാണ് ഞങ്ങളുടെ അപ്പച്ചൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഇത്രയും ജോലി എടുക്കുന്ന ഒരാളെൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ അപ്പച്ചനെ പോലെ തന്നെയാണ്. അപ്പോൾ അത് അനിയനാണ്. വിനു എന്നാണ് അവൻ്റെ പേര്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം മനുവേട്ടനും വിനു അപ്പച്ചനൊക്കെ കൂടി രൂപമൊക്കെ എടുത്ത് വെക്കുകയാണ്. അതേപോലെ തന്നെ മാതാവിൻ്റെ ഔസപിതാവിൻ്റെയൊക്കെ എല്ലാ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം ബ്ലെസ് ചെയ്തു അച്ഛൻ. അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് ഈ വീട്ടിലെ അംഗങ്ങൾ. എൻ്റെ 2 പൊടിക്കുപ്പികൾ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുടുംബപ്രതിഷ്ഠ ജപവും എല്ലാം ചൊല്ലി വീടെല്ലാം ബ്ലെസ് ചെയ്ത് രൂപക്കൂടൊക്കെ ബ്ലെസ് ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നെ വീട്ടമ്മമാർക്ക് അടുത്ത ടെൻഷൻ വന്നത് പ്രത്യേകിച്ച് അച്ഛനാണല്ലോ.
അപ്പോൾ ചായ കൊടുക്കണമല്ലോ. അപ്പോൾ ഓടിപ്പിടച്ച് ഇവരിവിടെ സംസാരിക്കുന്ന നേരം കൊണ്ട് ഞാൻ പറഞ്ഞത് മേളിലാണ് ഞങ്ങൾ. ഇതിൻ്റെ മേളിൽ ഇത്രയും തന്നെയല്ല, ഇതിൻ്റെ നേർപകുതി പോർഷനുണ്ട്. അത് 2 ബെഡ്റൂം, ഹോള്, കിച്ചൺ, അതിനൊരു വർക്ക് ഏരിയ. പിന്നെ ഫ്രണ്ടിൽ ടെറസ് അത്ര ഓപ്പൺ ആണ്, അതുകൊണ്ട് നമുക്ക് തുണി അലക്കിയിടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതാ നമ്മൾ മേളിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ എല്ലാം മേളിൽ നിന്ന് ഗ്യാസ് സ്റ്റൗ അടക്കം എല്ലാം ഞങ്ങൾ ഇറക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീടിൻ്റെ പണി കാരണമാണ് ഇത്രയും ദിവസം വ്ളോഗ് ഇടാതിരുന്നത് കേട്ടോ. നമുക്ക് പണിക്കാരുണ്ടാകുമ്പോൾ അതിൻ്റെ തിരക്ക്, പിള്ളേരുടെ തിരക്ക് എല്ലാം കൂടി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ ഈ കുഞ്ഞു വീട്? ഈ വീടിൻ്റെ വെഞ്ചിരിപ്പിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഞാൻ ഇട്ടത്. ഒത്തിരി ദിവസങ്ങളായി ഇട്ടിട്ടെന്ന് അറിയാം, അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മുടെ അച്ഛൻ വിളിച്ചപ്പോൾ തന്നെ വന്നു കേട്ടോ. പറഞ്ഞാൽ മതി ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. അച്ഛൻ വിളിച്ചപ്പോൾ തന്നെ വന്നു. പിള്ളേർക്കാണെങ്കിലും സന്തോഷം, ഞങ്ങൾക്ക് അത്രയും സന്തോഷമാണ്. ഞങ്ങൾ കുറേ നാളുകളായിട്ട് വെള്ളത്തിൽ കിടക്കുമായിരുന്നു. മഴ പെയ്താൽ പേടിയാണ് വീട്ടിൽ വെള്ളം കയറുമോ എന്നുള്ളത്. കുഞ്ഞുങ്ങളായിട്ടൊക്കെ അന്നമോളൊക്കെ കുറേ വെള്ളത്തിൽ ഇതായിട്ടുണ്ട്. എന്താ പറയുക, ഈ ഓർക്കാൻ വയ്യ, അത്രയും വർഷം വെള്ളത്തിൽ കിടക്കുമായിരുന്നു. ഈശ്വര, അതിൻ്റെ അടുത്ത മഴയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തമ്പുരാൻ ഞങ്ങളെ കാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇതാ അച്ഛൻ പോവുകയാണ്. അപ്പോൾ ജോക്കൂട്ടിനൊരു സങ്കടം, അച്ഛൻ ടാറ്റ കൊടുത്തില്ല, വിവാമക്ക് മാത്രമേ ടാറ്റ കൊടുത്തുള്ളൂ എന്ന്. അപ്പം എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കാര്യം ചെയ്യും, മോനും പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു പാടാ എന്ന് പറഞ്ഞാൽ അച്ഛനാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനും പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം അത്രയും നാളത്തെ സ്ട്രഗിളാണ് ഒരു ചെറിയ വീട് ഈ ഒരു അവസ്ഥയിലെത്തിക്കാൻ പെടാപ്പാടുപെട്ട 2 മനുഷ്യരാണ് ഇവർ, ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും. ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് നന്ദി. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.